കൊല്ലം ചാത്തന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പോരിൽ വിജയമുറപ്പിച്ച ഇടതുപക്ഷം. പാചകവാതക ക്ഷാമം പരിഹരിക്കുന്നതിൽ കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാർ പരാജയപ്പെട്ടത് വീട്ടമ്മമാരെ മാത്രമല്ല വലയ്ക്കുന്നത്, ഹോട്ടൽ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചു. വൈകി വന്ന UDF സ്ഥാനാർത്ഥിയും ബിജെപിയും തമ്മിൽ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നു. 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാത്തന്നൂർ LDF കഴിഞ്ഞ തവണ സീറ്റ് നേടിയത്. അവിടെ രണ്ടാം സ്ഥാനത്ത് NDA സഖ്യത്തിലുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കഴിഞ്ഞ 4 ടേം, ഇനി 5ാം ടേമോ അല്ലെങ്കിൽ 6ാം ടേമിലേക്കാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മളോടൊപ്പം അദ്ദേഹം രാജേന്ദ്രൻ. എങ്ങനെയുണ്ട് പ്രതീക്ഷ? നല്ല ശുഭപ്രതീക്ഷയാണ്. നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDFിൻ്റെ മുന്നണിയുടെ ഉന്നത രാഷ്ട്രീയ സമിതിയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കുള്ളത് നല്ല ശുഭപ്രതീക്ഷയാണ്. വളരെ നല്ല നിലയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ചാത്തന്നൂരിൽ തുടക്കം മുതൽ കേൾക്കുന്നതാണ് അവിടെ ഈ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുത്തുകൊണ്ട് ഒരു ഡീൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനെതിരെ ഒരു പ്രതിരോധമായി കോൺഗ്രസിലെ അവിടുത്തെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ രാജ്യഭീഷണിയുമായി മുഴക്കിയത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിനുശേഷമാണ് അവിടെ വീണ്ടും ഈ കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥിയെ ഇടാൻ തയ്യാറായത്. അത് ആ ഡീൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഡെഫിനറ്റായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ BJPയെ തോൽപ്പിക്കാൻ, BJP അവിടെ തലവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. തോൽപ്പിക്കാൻ ഇപ്പോൾ LDFിനെ കഴിയും. അതാണ് അവിടുത്തെ വസ്തുത. സൂരജ്, ഇപ്പോൾ അങ്ങ് ഈ KPCCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കൂടിയാണ്. എന്തായാലും നല്ലൊരു കാൻഡിഡേറ്റിനെ തന്നെ അവിടെ ചാത്തന്നൂരിലേക്ക് UDF അയക്കുകയും ചെയ്തു. ആ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങയുടെ പ്രതീക്ഷ എന്താ? അവിടെ ചീത്തപ്പേരൊന്നുമില്ല. ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചീത്തപ്പേരാണ്. എല്ലാ ഘടകകക്ഷികൾക്കും സീറ്റ് കൊടുക്കാനുള്ള UDF നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ G. ദേവരാജന് ഒരു സീറ്റ് നൽകുവാൻ UDF നേതൃത്വം തീരുമാനിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ട സീറ്റ് കൊല്ലം സീറ്റാണ്. കൊല്ലം സീറ്റ് കൊടുക്കുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് വെച്ചൊരു പ്രപ്പോസലാണ് ചാത്തന്നൂർ നിയോജകമണ്ഡലം. സ്വാഭാവികമായിട്ടും അവിടെ നിന്നും പ്രാദേശികമായി എതിർപ്പുണ്ടായി. NDA സ്ഥാനാർത്ഥി നമ്മൾ ഇപ്പോൾ വിളിച്ചതാണ്, ഇങ്ങനെ 2 പേർക്കൊപ്പം വിളിച്ചതാണ്. എന്താണെന്നറിയില്ല, അദ്ദേഹം പേടിച്ച് സ്ഥലം വിട്ടുപോയി, സംസാരിക്കാൻ തയ്യാറായില്ല. നേരത്തെ പ്രസ് ക്ലബ്ബിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറയാൻ തയ്യാറായില്ല, രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ ഈ ഗ്യാസ് തന്നെ ഒരു പ്രശ്നമായി മാറുമോ? വലിയ ഘടകമാണ്. അതിനൊരു മുന്നൊരുക്കവും ഈ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയില്ല. അവർ നമ്മുടെ മോഡി പോയി ഇസ്രായേലിലെ നെതന്യാഹുവിനെ കണ്ടതിൻ്റെ അടുത്ത ദിവസമാണല്ലോ അവിടെ സംഗതികൾ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ എടുക്കേണ്ടത് ചില പ്രിക്കോഷൻസ് ഉണ്ട്. ജനതയുടെ ആവശ്യങ്ങളാണ്, അതിലൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു അമ്മമാരെ ബാധിക്കുക. ജനങ്ങളത് ബാധിക്കില്ല. ജനങ്ങളിപ്പം ഞാനിപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ കിട്ടുന്നില്ലല്ലോ. അതിലെ പ്രശ്നം. വിറകടുപ്പുണ്ടാക്കി ആഹാരം ഉണ്ടാക്കിയല്ലോ. എന്ത് പറയുന്ന അക്കാര്യത്തിൽ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് വ്യക്തിപരമായി ഈ പോരാട്ടത്തിനെ എടുക്കുന്നുണ്ടോ എന്ന് ചില പ്രതികരണങ്ങൾ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഇത് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല. വ്യക്തികൾ അവരുടെ ഗുണഗണങ്ങൾ, അവരുടെ പോരായ്മകളൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഇത് മുന്നണികൾ തമ്മിലുള്ള ഇതാണ്. കേരളത്തിലും വളരെ റെയറായിട്ട് ചില സ്ഥലങ്ങളിൽ, കൊല്ലം ജില്ലയിൽ ഒരു നിയോജകമണ്ഡലത്തിൽ മാത്രമാണ് BJPയുടെ ഒരു സാന്നിധ്യമുള്ള ഒരു പോരാട്ടം നടക്കുന്നത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്, വ്യക്തിപരമായി ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതിനകത്തൊരു ദുരഭിമാനമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇത് ഏതാണ്ട് 2 പ്രാവശ്യം തോറ്റതുകൊണ്ട് 3ാമതുടനെ 1ാം സ്ഥാനത്തെത്തും. ബാക്കിയുള്ളവരെല്ലാം ഏതാണ്ട് മോശക്കാരാണ്. ഇനി നമ്മുടെ കുറച്ചു മുമ്പ് പ്രസ് ക്ലബ്ബിൽ വെച്ച് ചില ചോദ്യങ്ങൾ, അതായത് സബ്സിഡി ഉൾപ്പെടെ ഇല്ലാതാക്കിയതും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എല്ലാം വെട്ടിക്കുറച്ചത് ഉൾപ്പെടെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനൊന്നും എനിക്ക് മറുപടിയില്ല എന്ന്, മറുപടി അർഹിക്കുന്നില്ല, ഞങ്ങൾ മാത്രമാണ്, മുമ്പുള്ളവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു പോയുണ്ട്. അതൊന്ന് കേൾക്കുക. ഈ 2014 ശേഷമാണ് കേരളത്തിലെ കയറും കശുവണ്ടിയും കൈത്തറിയൊക്കെ ഇല്ലാതായത്. അതിന് മുമ്പ് CPMൻ്റെയും LDFൻ്റെയും തന്നെ ആൾക്കാർ ഉൾപ്പെട്ട UPA ഗവൺമെൻറ് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അന്ന് സംരക്ഷിക്കാൻ കഴിയാത്തത് 14 ശേഷം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ചോദ്യം തന്നെ അപ്രസക്ത. അതുകൊണ്ട് അതിന് വലിയ മറുപടി അറിയിക്കുന്നില്ല. അല്ലേ, ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയിലാണ്. ചാത്തന്നൂരിൽ നിന്ന് ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.